welcome to yet another exciting episode of Kappa Prime Time. In today's episode of Kappa Prime Time, our guest who will be streaming online with us are the very talented people from various areas or various places in this world. So I would invite them first. Our very first guest is a singer. She is Ritika. She is a small singer but a very talented singer. Along with her joining is yet another TikTok fame. She is known as Helen of Sparta, but her original name is Dhanya Suja Rajesh. We also have Deepika. She is a film programmer and also a curator for the film festival. And we also have Anju Abraham. She's again a singer, she is an actress, and she's got a lot of things in her package as well. So welcoming you all to Kappa Prime Time. Moving on to my very first guest, Ritika. Hi Ritika, welcome to Kappa Prime Time. Thank you. Ritika, വളരെ കുഞ്ഞായിട്ട് യു സ്റ്റാർട്ടഡ് യുവർ സിംഗിങ് ഒരു പാഷൻ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരുന്ന ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ജേർണി തന്നെയായിരുന്നു. റിയാലിറ്റി ഷോസിലൂടെ കണ്ടസ്റ്റൻ്റ് ആയിട്ടും അതേപോലെ തന്നെ വിന്നറായിട്ടൊക്കെ നമ്മൾ ഒരുപാട് ആരാധകരുള്ളൊരു കുട്ടി തന്നെയാണ് ഋതിക. അതിനുശേഷം പിന്നെ ഋതികയെ കുറച്ച് കാലത്തേക്ക് കണ്ടിട്ടില്ല. സോ പ്രേക്ഷകർക്കും എനിക്കും അറിയണം എന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഋതിക എവിടെയാണ്? വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ യുവർ ലൈഫ്? ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് വീട്ടിൽ തന്നെയാണ്. ഇവിടെ കോഴിക്കോടാണ് ഞാൻ താമസിക്കുന്നത്. 10th-ലായിരുന്നു. 10th എക്സാം ഒക്കെ കഴിഞ്ഞു. CBSE ബോർഡ് എക്സാം ആയിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞ് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, വളരെ സന്തോഷം. എന്തായാലും ഋതികയുടെ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. മംഗളങ്ങളരുളും മഴനീർക്കണങ്ങളെ ശാന്തമായി തലോടും കുളിർക്കാറ്റിനീണമേ ദീപാങ്കുരങ്ങൾ തൻ സ്നേഹാർദ്രനുംബരം കാണാൻ മറന്നുപോയോ. ഋതികക്കുട്ടി എത്ര വയസ്സായിരുന്നപ്പോഴാണ് പാട്ട് പാടാൻ തുടങ്ങിയത്? ഈ ഒരു കഴിവുണ്ടെന്ന് ആരാ മോളിൽ ആക്ച്വലി വീട്ടിൽ പറഞ്ഞത്? ആരാ ഇത് ഐഡൻറ്റിഫൈ ചെയ്തത്? ഋതികയ്ക്ക് പാടാൻ പറ്റുമെന്ന് ആരാ ഐഡൻറ്റിഫൈ ചെയ്തത്? ഞാൻ മ്യൂസിക് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തത് 4 വയസ്സിലായിരുന്നു. അത് കർണാട്ടിക്കിലാണ് സ്റ്റാർട്ട് ചെയ്തത് മ്യൂസിക്. അതിനുശേഷം ഞാൻ കണ്ടിന്യൂ ചെയ്തു കർണാട്ടിക് പഠിക്കുന്നത്. ഞാൻ പാടുന്നത് TV-യിലൊക്കെ ഇങ്ങനെ ഫിലിം സോങ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഇങ്ങനെ പാടുമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അമ്മയ്ക്ക് അച്ഛനും ഞാൻ പാടും എന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ അവർ എന്നെ കർണാട്ടിക് പഠിക്കാൻ ചേർത്തു. അങ്ങനെയാണ് സ്റ്റാർട്ടിങ്. 5ാം ക്ലാസ് മുതൽ റിയാലിറ്റി ഷോസിൽ കണ്ടസ്റ്റൻ്റ് ആയിട്ടും വിന്നറായിട്ടൊക്കെ ഋതിക യുവർ ജേർണി സ്റ്റാർട്ടഡ് സിംഗിങ്ങിൽ. അത് എത്രത്തോളമാണ് സിംഗിങ് കരിയറിൽ ഋതികയെ ഹെൽപ്പ് ചെയ്തത്? ഓക്കെ, റിയാലിറ്റി ഷോയിലെ എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴായിരുന്നു എൻ്റെ ഫസ്റ്റ് റിയാലിറ്റി ഷോ. അതിൽ തന്നെ ആദ്യമൊക്കെ പാടുമ്പോൾ എനിക്ക് നല്ല സ്റ്റേജ് ഫിയർ ഉണ്ടായിരുന്നു. പിന്നെ പെർഫോമൻസ് റൗണ്ടൊക്കെ വരുമ്പോൾ എനിക്കൊരു ചെറിയൊരു ഇൻഹിബിഷൻ പോലെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു പകുതിയൊക്കെ ആകുമ്പോഴത്തേക്കും ആ ഇൻഹിബിഷനൊക്കെ പോയി, പിന്നെ സ്റ്റേജ് ഫിയറൊക്കെ പോയി. പിന്നെ അതിനുശേഷം ഞാൻ 3 വർഷം തുടർച്ചയായിട്ട് റിയാലിറ്റി ഷോസ് ചെയ്തു. പിന്നെ ഈ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തതിൻ്റെ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ തന്നെ സെലിബ്രിറ്റീസിനെയൊക്കെ കാണാൻ പറ്റി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് കൈരളി ഗന്ധർവസംഗീതത്തിൻ്റെ ഫിനാലേക്ക് മുന്നേ ആയിട്ട് ദേവരാഗസന്ധ്യ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൽ ദാസ് സാറിൻ്റെയും SPB സാറിൻ്റെയും മുന്നിൽ അവരുടെ സോങ് തന്നെ പാടാൻ പറ്റി. പിന്നെ അവരുടെ ഒരു കാട്ടുക്കുയിലെ മനസ്സുക്കുള്ള എന്നുള്ളൊരു സോങ്ങിൻ്റെ കോറസ് അവരുടെ കൂടെ നിന്നിട്ട് പാടാൻ പറ്റി. അതൊക്കെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. പിന്നെന്താ, പഴയ കാലത്തെ സിംഗേഴ്സായ സുശീലമ്മ, വാണിയമ്മ അവരെയൊക്കെ കാണാൻ പറ്റി. പിന്നെ ചിത്ര ആൻറ്റി, സുജാത ആൻറ്റി അവരെയൊക്കെ കാണാൻ പറ്റി. പിന്നെ അവരുടെ നിന്ന് ഒരുപാട് നല്ല നല്ല കമൻസ് കേൾക്കാൻ പറ്റി. പിന്നെ അവർ കറക്ഷൻ സോങ്സൊക്കെ പാടുമ്പോൾ കറക്ഷൻ ചെയ്ത് തരാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആണ് റിയാലിറ്റി ഷോയിൽ പോയത്. ഒരു പാട്ട് കൂടെ കേട്ടാലോ? बेरे पिया पड़ा बेदर्दी हो
दिल का दर्द न जाने सोदाई हर जाए सुल्मी राम दुहाई कैसे कहो कासे कहो हैरान दिल का दर्द न जाने न जाने न जाने न जाने 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 हाय बेरी पिया बड़ा रे बेदर्दी. ഋതിക കുട്ടിയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സിംഗേഴ്സ് ആരാണ്? യുനോ ഒരുപാട് പേരുണ്ടായിരിക്കും, എന്നാലും എല്ലാവർക്കും ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഉണ്ടായിരിക്കില്ല. ആരാണ് സിംഗേഴ്സിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം, ഗായകനും ഗായികയായാലും? ഫേവറേറ്റ് സിംഗേഴ്സ് എന്ന് വെച്ചാൽ എനിക്ക് എല്ലാവരും എൻ്റെ ഫേവറേറ്റ് സിംഗേഴ്സാണ്. പിന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ദാസ് സാറാണ്. പിന്നെ ഫീമെയിൽസ് ആണെങ്കിൽ പഴയ കാലത്തെ ജാനകിയമ്മ, സുശീലമ്മ, വാണിയമ്മ, അവരുടെയൊക്കെ പാട്ടുകൾ ഒരുപാട് ഇഷ്ടമാണ്, ഒരുപാട് കേൾക്കാൻ ഇഷ്ടമാണ്. പിന്നെ ദാസ് സാറിൻ്റെ ചിത്രാൻ്റി, സുജാതാൻ്റി എല്ലാവരുടെ സോങ്സും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും എൻ്റെ ഫേവറേറ്റ് സിംഗേഴ്സാണ്. ദാസ് സാറിനെ പ്രത്യേകിച്ച് ഇഷ്ടമാൻ റീസൺ എന്ന് ചോദിച്ചാൽ ദാസ് സാറിൻ്റെ സൗണ്ട് തന്നെയാണ്. Moving on to my next guest, she is Dhanya Suja Rajesh, also known as Helen of Sparta, TikTok fame ana, so you all know her. We'll have a small chit chat with her. Hi Dhanya, welcome to Kappa Prime Time. Thank you. സുഖാണെന്ന് വിശ്വസിക്കുന്നു. അടിപൊളിയാണ്. അടിപൊളി. പോരെ. ഹെലൻ ഓഫ് സ്പാർത്ത ഗ്രീക്ക് മിത്തോളജിയിലെ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ആൻഡ് യു ഹാവ് ടേക്കൺ ദാറ്റ് നെയിം. അതിനോടുള്ള സ്നേഹം കൊണ്ടാണോ, ആ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ്, എന്താണ് ഇതിന്റെ ഒരു ചേതോവികാരം? ക്യാരക്ടർ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണോ ചോദിച്ചാലാണ്. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹെലൻ ഓഫ് സ്പാർട്ട എന്നുള്ള ടൈറ്റിൽ പൊതുവെ പറയുന്നത് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വുമൺ ഇൻ ദ വേൾഡ് ആണ്. അതിനോടൊരു ഇഷ്ടം തോന്നിയോണ്ടാണ് ഇട്ടത്. ഓക്കെ, സൂപ്പർ. ഈ ഒരു എന്താ പറയുക, റീസെൻ്റ്ലി ഒരുപാട് സൈബർ ബുള്ളിങ് ഏറ്റെടുക്കേണ്ടി വന്ന ഒരു പാവപ്പെട്ട ഒരു കുട്ടിയാണ്. ആൻഡ് സോഷ്യൽ മീഡിയ അങ്ങ് അതൊരു ആഘോഷമാക്കി മാറ്റിയ ഒരു ടൈമിൻ്റെ ഇടയിലാണ് നമ്മുടെ ടിക്ടോക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്തത്. എന്താണ്, വാട്ട് ഡിഡ് യു ഫീൽ ലൈക്ക് വെൻ ദ ടിക്ടോക്ക് വാസ് സ്റ്റോപ്ഡ്? ടിക്ടോക്ക് സ്റ്റോപ്പ് ചെയ്തപ്പം എന്താണ്, അതൊരു ആപ്ലിക്കേഷൻ ആയിട്ട് കണ്ടവർക്ക് വലിയ സീനൊന്നുമില്ല. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. ടിക്ടോക്ക് പോയതിൽ സീനൊന്നുമില്ല. അപ്പൊ ഇപ്പം പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോയ സമയത്ത് ബാക്കിയുള്ളവർക്കായിരുന്നു സീൻ. നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു ജീവിത മാർഗമായിട്ടാണ് കുറെ പേര് അത് കണ്ടത്. അപ്പൊ അതിന്റെ അകത്തൊന്നും കിട്ടുന്നില്ല എന്നുള്ളത് നമുക്ക് മാത്രമല്ലേ അറിയൂ. അതെ, ബട്ട് ധന്യയുടെ ഒരുപാട് ടാലന്റ്, ധന്യക്ക് ഏറ്റവും കൂടുതൽ പോർട്രേ ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു ടിക്ടോക്ക്. സോ അതുമാതിരി ഒരുപാട് പേർക്ക് ടാലന്റ് പ്ലാറ്റ്ഫോം ഇങ്ങനെ ദിസ് വാസ് എ ഗുഡ് പ്ലാറ്റ്ഫോം ഫോർ ദം. ബട്ട് ദെൻ അതിൽ വിഷമിച്ചവർ കുറെ പേരുണ്ട്, അതിന് വേണ്ടിയിട്ട് ട്രോളർക്കിയവർ കുറെ പേരുണ്ട് വിഷമം കൊണ്ട്. But then you didn't stop. You started a channel of your own. യൂട്യൂബിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ വാട്ട് ഈസ് യുവർ പ്ലാൻ ഇൻ യൂട്യൂബ്? അതിൽ എന്താണ് ഫോക്കസ് ചെയ്ത്, എന്ത് വിചാരിച്ചിട്ടാണ് ദാറ്റ് യു സ്റ്റാർട്ടഡ് യൂട്യൂബ്? ഞാൻ യൂട്യൂബ് തുടങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുക്കിംഗ്, എന്റെ അമ്മേന്റെ അനിയത്തിന്റെ മോള് നന്നായിട്ട് കുക്ക് ചെയ്യും. അപ്പം അതൊക്കെ വെച്ച് ചെയ്യാന്ന് വിചാരിച്ചു. നമുക്ക് എന്തായാലും ട്രാവൽ ചെയ്തിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം കൊറോണയാണ്. അപ്പം വീട്ടിൽ കുത്തിരുന്ന് ചായയുള്ള പരിപാടി ഇതാണ്, അതുകൊണ്ട് തുടങ്ങിയതാണ്. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീരെ ഇപ്പം ആ ടിക്ടോക്ക് ബാൻ ചെയ്തതിനു ശേഷം സമയമില്ല എന്നുള്ളത് വേറൊരു കാര്യം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുന്നതെന്നുള്ളത് ഷീബ ഷെഫിന്റെ അടുത്ത് ചോദിച്ചു പഠിക്കാം. എന്താണ് ആദ്യത്തെ സ്റ്റെപ്പ്? ഫസ്റ്റ് ഗ്യാസ് കത്തിക്കുക, as usual, as normal. അപ്പോ ഇത് കാണുന്ന കുറച്ച് ടീംസ് പറയും പാട്ട വെറുതെ അവിടെ തിന്നാൻ വേണ്ടി നിന്നതാണോ, ഒന്നും ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നുള്ളത്.
ഉണ്ടാക്കാൻ വേണ്ടി ലോക്ക്ഡൗൺ ആണ്, ഫ്രീ ആണെന്നറിയാം, എന്നാലും സ്ഥിരം ക്ലീശ എന്ന നിലയിൽ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത മൈ ഡിയർ അനിയത്തി കുട്ടി, താങ്ക് യു സോ മച്ച്. റൈറ്റ്, എന്ത് പറ്റിട്ട് ബാൻ ചെയ്യുന്ന ശേഷമാണ് സമയമില്ലാത്തല്ലേ? അതിനു മുന്നേ ഇത്ര വലിയ സമയമില്ലാത്ത പരിപാടിയൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, റൈറ്റ്. കുക്കിംഗ് ഭയങ്കര ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെന്ന് ഇപ്പൊ പറഞ്ഞു. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ്? ഡു യു കുക്ക് ഓർ യുവർ സിസ്റ്റർ? ആരാ, സിസ്റ്റർ ആണോ കുക്ക് ചെയ്യുന്നത്? ഇല്ലില്ല, ഞാൻ ആ ഭാഗത്തേക്ക് പോറില്ല, ഞാൻ തിന്നാൻ മാത്രമേ ഉള്ളൂ. ചേച്ചിക്ക് വേണ്ടി തുടങ്ങിയല്ലേ? അല്ല, എന്റെ അനിയത്തി, ചേച്ചി. മൈ ഗോഡ്, അനിയത്തിക്ക് വേണ്ടി തുടങ്ങിയാണ്. എന്നിട്ട് ഡിഡ് യു സ്റ്റാർട്ട് എക്സ്പെരിമെന്റ്സ് ഒക്കെ തുടങ്ങിയോ യൂട്യൂബില്? എക്സ്പെരിമെന്റ്സ് ഒക്കെ തുടങ്ങി. ഞാൻ ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ സ്വന്തം യൂട്യൂബ് ചാനലിൽ സ്വന്തമായിട്ടൊരു ഇന്റർവ്യൂ എങ്ങനെ ഇടാം എന്ന് പരീക്ഷിച്ച വ്യക്തിയാണ് ഞാൻ. സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു, എന്റെ ഫുള്ള് എന്റെ മുഖം എന്റെ അതല്ല ഹീറോയിസം. ആൻഡ് ഹൗ ഇസ് ദ റെസ്പോൺസ് ഓഫ് ദി ഓഡിയൻസ്? അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ആ ഭാഗം ചിന്തിച്ചിട്ടില്ലായിരുന്നു. പിന്നെ മറ്റേ ടിക്ടോക്കിന്റെ അകത്ത് ഒരു 4000 കണക്കിന് ട്രോൾ വന്നപ്പോഴാണ് മനസ്സിലായത് ഇത്രയൊക്കെ ക്ലിക്ക് ആയല്ലേ. ഏറ്റവും കൂടുതൽ ട്രോള് വരുമ്പോഴാണ് അത് ക്ലിക്ക് ആയെന്ന് നമ്മൾ അറിയുന്നത് അല്ലേ? അതെ, അയ്യോ തീർച്ചയായിട്ടും. ട്രോളന്മാരോട് നമ്മള് എന്നും കടപ്പെട്ടിരിക്കണം. വെരി ട്രൂ. അതൊരു കഴിവാണ് ആക്ച്വലി, ട്രോൾ ചെയ്യുന്നതും അത് എത്രത്തോളം അതിനെ ടു റീച്ച് കിട്ടുക എന്നുള്ളത് ഇസ് ആക്ച്വലി ഗുഡ്. ആക്ടിങ്, കമ്മിങ് ടു ആക്ടിങ്, അഭിനയിക്കാൻ താല്പര്യം ഇല്ലാത്തൊരു കുട്ടിയാണെന്ന് ഞാൻ അറിഞ്ഞു. പക്ഷേ അറിയാതെ 2 ഷോർട്ട് ഫിലിം ചെയ്യുകയും ചെയ്തു. അതിലേക്ക് ചെയ്യാനുള്ള വാട്ട് വാസ് ദാറ്റ്, ഹൗ ഡിഡ് യു ഗെറ്റ് ഇൻ ടു ഷോർട്ട് ഫിലിംസ്? അതെന്ന് പറഞ്ഞാൽ ഞാൻ ബിഗ് 14ന്റെ അകത്ത് ആങ്കറിങ് ചെയ്യുന്ന സമയത്താണ് ജോട്ടു അവിടെ ഉണ്ടായിരുന്നു. അപ്പം ജോട്ടു ഇതുപോലെ ഈ ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്, സംവിധായകനാണ് ആക്ച്വലി. അപ്പോ എന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഈ അഭിനയവും ഞാനും തമ്മില്, കൊച്ചിയും കാസർഗോഡും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മള് ഒരു സംഭവം കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തി ചെയ്ത് കൊടുക്കണ്ടേ. ഞാൻ പറഞ്ഞു ആവൂല, എനിക്ക് അഭിനയം വരില്ല. അഭിനയം മീൻസ് എനിക്കിങ്ങനെ നമ്മളിങ്ങനെയാണ്, അപ്പൊ സാഡ് അങ്ങനത്തെ ഒന്നും പരിപാടി നമ്മളെ മുഖത്തിന് ചേരൂല. അപ്പൊ ഞാൻ പറഞ്ഞു പറ്റില്ല പറഞ്ഞു. പക്ഷെ മീൻസ് പുള്ളിക്കാരൻ ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു ഞാനത് ചെയ്യും എന്നുള്ള കാര്യത്തില്. നമുക്ക് ചെയ്യാന്ന് പറഞ്ഞ്. പക്ഷെ ഒരുപാട് കഷ്ടപ്പെട്ടു. കാരണം ആ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് പറഞ്ഞിട്ടും മുഖത്ത് ആ ഒരു സങ്കടം വരുന്നില്ല. ആ സമയത്ത് ജോട്ടു എന്നെ മീൻസ് അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെന്നുള്ളത് ഞാൻ പിന്നെയാണ് അറിഞ്ഞത്. എന്നെ അവിടുന്ന് വഴക്ക് പറഞ്ഞു, അപ്പൊ എനിക്ക് സങ്കടം വന്നു. അങ്ങനെയാണ് അത് അവര് അറിയാണ്ട് ഷൂട്ട് ചെയ്തപ്പോ സംഭവം ഒക്കെ. ഇതെന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? That's why it is called surprise dear. ഇവിടെ ആകെ മൊത്തം മാറിയല്ലോ. ഇതേതാ ഈ പെയിന്റിംഗ്? ലിയോനാർഡ. ഒന്നുമില്ല, ഈ പുസ്തകം വായിച്ചപ്പോ വരയ്ക്കാൻ തോന്നി. The soap maker, Italian, serial killer. തന്നെ ഭയങ്കര ഔട്ട് സ്പോക്കൺ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഫാമിലിയിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത്. ഫ്രം ദ വെരി ബിഗിനിങ് ഇറ്റ് സെൽഫ് യു ഹാവ് ബീൻ യുവർ സെൽഫ്. ബട്ട് പലപ്പോഴും ഒരു സൈബർ ബുള്ളിങ് പാർട്ടിലേക്ക് എത്തിയപ്പോഴത്തേക്കും വാസ് ദർ എനി പോയിന്റ് ദാറ്റ് യു ഫെൽറ്റ് ലൈക്ക് നോ ഐ ഷുഡ് സ്റ്റോപ്പ് എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നു? ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം നമ്മൾ സ്റ്റോപ്പ് അങ്ങനെ നമുക്ക് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമുക്കെതിരെ വരുന്ന ടീംസ് ഒക്കെ ജയിച്ചു പോകില്ലേ, അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഓക്കെ, ഇത്രയും ചെറിയൊരു പ്രായത്തിൽ ഇത്രയും മെച്യൂർ ആയിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഹു ഈസ് യുവർ മേജർ സപ്പോർട്ട് ഇൻ യുവർ ഫാമിലി? Parents, of course. Alright, Dhanya, I'll put you on hold. Moving on to my next guest. She is Deepika Sushilan. She is into the film festival. She is a curator as well as a film programmer. So we'll have a chat with her and get to know more about what exactly is happening in this film festival. Hi Deepika, welcome to Kappa Prime Time. Thank you. How are you? I'm good. Amazing. How are you? I'm doing good as well. Thank you so much. Deepika, you've been working as a film programmer in IFFK as well as IFFI for quite a long time. Yes. And currently you have left the job. But then I would definitely want to learn from you more about the job that you have been doing. എന്തായിരുന്നു ഈ ഫിലിം പ്രോഗ്രാമർ? That is a title that was given to you. What exactly is film programmer? What is the job type like? Okay, so in a film festival, like ഒരു general understanding ആണ്, like നമ്മൾ എൻട്രീസ് ഇൻവൈറ്റ് ചെയ്യുമ്പോഴേക്കും യു ഗെറ്റ് സബ്മിഷൻസ് ഫ്രം
filmmakers and you choose the films and that's how a film festival is done എന്നുള്ളത് ഒരു general understanding ആണ്. Okay. But the thing is like, we have to reach out to filmmakers. Like 90% നമുക്ക് receive ചെയ്യുന്ന entries, it's always sourced by a programmer. Okay. Like you have to reach out to filmmakers all over the world. You have to be in touch with sales agents and production houses and always update yourself, what is happening in rest of the world and curate films for a larger audience. So that's Okay. what it is. Super. So being a curator, so definitely it is a person who actually, archives all the, films that comes. എല്ലാത്തിൻ്റെ ഒരു Yeah. സൂക്ഷിപ്പുകാരി തന്നെയാണെന്ന് പറയാം. Have you Yes. faced any hurdles, being a curator? See, I started my career like very early. Like I was just 23 when I started my My career. God, okay. So it's been 10 years. So during that time, like, whenever, because you deal with them through emails, right? So they don't know you by your face. So when they come to the festival, they'll be like, oh, you are the programmer? You're too young. Understood. And that's something that I have been listening. 10 years have passed, but still I'm titled as too young. But that's interesting and I love it. But career-wise, like, being too young has given me, like, certain, what you call, disappointments also. Like, that's a safe option for people saying that, like, oh, she's too young, she has got a long way to go, so she can wait, you know what I mean? Understood, yeah. So that's why, I had to quit IFFK because I was feeling a bit stagnant. Then I decided, okay, because IFFI being the very big festival and it's the oldest festival in Asia also. Like, and it's done by Government of India, official festival of the country. It's definitely a bigger platform. That's why I opted there. But I'm like so happy, like, because last year we had the Golden Jubilee edition and it's like a huge event for Government of India. But they could have chosen someone senior or, Correct. some really, really known people. But I'm so happy and I felt that, at times your work speaks for you on your behalf. So I was so happy that they chose me to do the festival. There was nobody to guide me also, like, that way. So that was very challenging and I'm like so happy. That's why, like, after doing 50th IFFI, I'm like, okay, I'm done. Now I'll look for another festival and I came back to Kerala. Super. Now, you were just talking about being young. Of course, you still look young, but Yeah. you are matured enough. But why Yeah. do film festival always demand, outside, when people, normal laymen, when they think about film festival, it's all about growing hair and people who are with specs and kurta, they come and watch the movie. Yeah. But why is it categorized like that? The looks also matters. I mean, to what extent does that matter? I don't know, like I've seen in film festivals, like people who come to attend the festival have got a certain style of their own. Sometimes I think they carry it that way only during film festival. I have seen people like, like when you see them outside, they don't have that high up bun, Very true. that thing. I think that happens only during film festival. But there are certain people like, who like to look liberated and I think it's personal choice. But as you said, but I think it's in India. Like if you go abroad, there is nothing like that. Okay. Yeah. Now, you have been working with IFFI and Yeah. it's more with international films. So, what is Yeah. the major difference between IFFI and IFFK? Is it only like, does it differ in language or what is the difference, major difference? No, the main difference is that, like, I personally would say, like, IFFK is more of an people's event, like it's the 16,000, 18,000 delegates who make that event successful. And it's more of an artistic space. But when you go to IFFI, it's a bureaucratic festival, like it's run by government officials. And most of the time, the reason why I've left IFFI is also Also like sort of, I
personally felt disappointed the way filmmakers are handled in IFFI, like, you know, because all these reputed filmmakers, you know, they come from different parts of the world, and most of the time they are left out. What I have seen, I don't know about the past editions of IFFI, but at least I was there from 48th to 50th edition. But what I have seen is that is more of gala and red carpet and Bollywood and all that, you know. So for me, like, a festival is just because I was with IFFK for 7.5 years, and that is believed to be a purest festival in the world, basically. Like if you ask any filmmaker, like they would say there's purest kind of cinema and purest festival. And so from IFFK, if you go to IFFI, I think it's quite natural. You feel a bit uncomfortable. But then being an official festival of the country, it has its own pattern and style which you need to accept, you know, as you work there. But I wasn't enjoying that much. Obviously, I was enjoying the programming part because I had all the privileges, like, you know, to an extent I can decide, I can nominate who should win the Lifetime Achievement Award because it's my responsibility to bring them to India. Very true. So, yeah. So likewise, you know, I had freedom, which I really enjoyed. In Kerala also, definitely I had, because the year when Veena Paul Venugopal resigned, I think it was in 2014. It was that year that I independently did a festival. Like when she left, I was the one who handled the programming. And I had a lady from Delhi, Miss Indu Sriken, who was there as a program director, who literally backed me up because she was new to Kerala and she wasn't aware what is good for Kerala audience. Because, you know, the choice of films also depends on the audience. Like the kind of films that you choose for Goa is different from the kind of films that you choose for Kerala, because Goa demands a little bit of commercial element also, not just pure artistic. So yeah, I mean, I was happy that, you know, I started my career with Veena Paul. With her, I developed a very good base for everything. And now I'm like, still learning, but I'm happy with what all I have achieved so far. Good to hear that. All right, Deepika, I'll get back to you. Moving on to my first guest, Ritika. Ritika Kuti, Carnatic Sangeetham trained aayittulla singer, but at the same time, mokke paadan ishtappedunathu edana. Of course, namukku oru training base ullathu Carnatic thaneyanu. പക്ഷേ പാടാൻ ഇഷ്ടപ്പെടുന്നതും ഇനി പഠിക്കണം എന്ന് ആഗ്രഹമുള്ളതും ഏത് genre of songs ആണ്? എൻ്റെ ഫേവറേറ്റ് ടൈപ്പ് ഓഫ് മ്യൂസിക് അങ്ങനെയൊന്നുമില്ല. ഞാൻ എല്ലാ ടൈപ്പും പാടും. മെലഡി ആയാലും ഫാസ്റ്റ് ആയാലും സെമി ക്ലാസിക്കൽ ആയാലും പിന്നെ ഗസൽ ടൈപ്പ് ആണെങ്കിലും വെസ്റ്റേൺ ഒരു ജോണറിലുള്ളതാണെങ്കിലും എല്ലാം ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. എല്ലാം ഇഷ്ടമാണ് എനിക്ക്. വളരെ റീസെൻ്റ് ആയിട്ട് ഹിന്ദുസ്ഥാനി സംഗീതവും പഠിക്കുന്നുണ്ടെന്ന് കേട്ടു. കർണാട്ടിക്കും ഹിന്ദുസ്ഥാനിയും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ? എനിക്ക് കർണാട്ടിക് ആയിരുന്നു ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് പറഞ്ഞതുപോലെ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഹിന്ദുസ്ഥാനിയിലേക്ക് വരുന്നത്. അപ്പോൾ കർണാട്ടിക്കും ഹിന്ദുസ്ഥാനിയും ഞാൻ ഒരുമിച്ച് കൊണ്ടുപോയിരുന്നു. 3 വർഷം ഞാൻ ഹിന്ദുസ്ഥാനി പഠിച്ചു. കർണാട്ടിക് ഒരു 13 ഇയേഴ്സൊക്കെ ആകുമ്പോൾ ഞാൻ നിർത്തി. എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. 4 റിയാലിറ്റി ഷോ ഞാൻ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് കർണാട്ടിക് തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അതിൻ്റെ കൂടെ തന്നെ ഞാൻ 3 വർഷം ഹിന്ദുസ്ഥാനി പഠിച്ചിരുന്നു. ഇപ്പോൾ കർണാട്ടിക് സ്റ്റോപ്പ് ചെയ്തു. ഞാൻ ഹിന്ദുസ്ഥാനി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. ആദ്യം മുതൽ പഠിക്കുകയാണ് ഹിന്ദുസ്ഥാനി. ജസൂലാമിൻ എന്ന് പറഞ്ഞ സാറിൻ്റെ അടുത്താണ് പഠിക്കുന്നത്. ഋതിക, റിയാലിറ്റി ഷോ തന്നെ ആയാലും പ്രോഗ്രാംസ് തന്നെ ആയാലും കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാകും. ഇപ്പോൾ യൂത്ത് ഫെസ്റ്റിവൽ പറയുകയാണെങ്കിൽ തന്നെ അതിലും പങ്കെടുക്കുകയുണ്ടായിരുന്നു. ആരെങ്കിലും ഒരാൾ ഉന്തിത്തള്ളുന്നുണ്ടോ, അതോ പോസിറ്റീവ് സെൽഫ് മോട്ടിവേറ്റഡ് ആണോ, ആരെങ്കിലും ഇൻസ്പയർ ചെയ്തിട്ടാണോ, ആരെങ്കിലും മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടോ? എൻ്റെ ഫാമിലിയിലെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്, എൻ്റെ ഏറ്റവും കൂടുതൽ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ പാരൻസ് തന്നെയാണ്. എന്ത് പ്രോഗ്രാം ഉണ്ടായാലും എവിടേക്ക് വേണമെങ്കിലും അവരെൻ്റെ കൂടെ വരും. അതാണ് എനിക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ. ഋതിക കുട്ടിക്ക് ആരായിട്ട് മാറണം എന്നാണ്,
വാട്ട് ഈസ് യുവർ പ്രൊഫഷൻ? എന്താണ് ചൂസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്? എനിക്ക് ആരായി തീരണം എന്ന് ചോദിച്ചാൽ മ്യൂസിക് ഫീൽഡാണ് എൻ്റെ മെയിൻ. മ്യൂസിക് ഫീൽഡിൽ ആരെങ്കിലുമൊക്കെ ആവണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഋതികയ്ക്ക് സംഗീതത്തിൽ എത്രത്തോളമാണ് വളരണം? അതിൽ എങ്ങനെ എക്സൽ ചെയ്യണം? ഡു യു ഹാവ് എ ഡ്രീം ഓർ സംതിങ് ഇൻ മ്യൂസിക്? എൻ്റെ ഒരു ഡ്രീം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഡ്രീം ഒരു പ്ലേ ബാക്ക് സിംഗറായി തീരുക എന്നുള്ളതാണ് എൻ്റെ ഡ്രീം. ഋതികയ്ക്ക് ഇപ്പം എന്തായാലും 10th എക്സാം ഒക്കെ കഴിഞ്ഞു. ഒരു ലോക്ക്ഡൗൺ ടൈമിൽ ഒരു വെക്കേഷൻ മൂഡും കഴിഞ്ഞിട്ടുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് ചെയ്യുന്നു എന്ന് ഞാൻ കേട്ടു. പാട്ടിൽ തന്നെയാണ്. അത് ഉടനെ അത് റിലീസ് ആകുമെന്നൊന്നും കേട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് ലോക്ക്ഡൗണിൽ ആ ഒരു പരിപാടിയെ കുറിച്ചൊന്നും പറയാമോ? ലോക്ക്ഡൗൺ സമയത്ത് ക്രിയേറ്റീവ് വർക്ക്സ് ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല. കുറച്ച് വരയ്ക്കും, ഓയിൽ പെയിൻറ്റിങ് ചെയ്യും. പഠിച്ചിട്ടൊന്നുമില്ല, ഞാനിങ്ങനെ വെറുതെ യൂട്യൂബ് നോക്കി ചെയ്യും. പിന്നെ സോങ് പാട്ട് പഠിത്താണ് മെയിനായിട്ട്. പുതിയ സോങ്സ് പഠിക്കും. അതൊക്കെ ഉള്ളൂ ലോക്ക്ഡൗൺ സമയത്ത്. ഒരു പാട്ട് കൂടി കേൾക്കാം ഋതിക. എൻ്റെ സിന്ദൂരരേഖയിലിങ്ങു ഒരു ജീവന്റെ സ്നേഹവിലാപം പിടയുന്ന മായാവേണുവിൽ പ്രിയ സന്ധ്യ കേഴും നൊമ്പരം ദൂരെ ദൂരെ എൻ്റെ കാന്തചന്ദ്രനലഞ്ഞു ഒരു നീലാമ്പൽ വീണുമയങ്ങി. Thank you so much, Ritika, for being on our show. Okay, thank you so much for inviting me. Thank you so much. Moving on to my next guest, she is Anju Abraham. She is a singer, she is a model, she is an actress. She's got a lot of things in her bag. So we'll have a chat with her. Hi Anju, welcome to Kappa Prime Time. Hello, namaskaram. എല്ലാ ടാലൻസും അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് നമുക്കുള്ള ഒരു കഴിവ് നമുക്ക് ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഡെഫിനറ്റ്ലി പോർട്രേ ചെയ്യണം എന്ന്. അഞ്ജുവിന് കിട്ടിയ പ്ലാറ്റ്ഫോം ഏതാണ്? എവിടെയാണ് ദാറ്റ് യു ക്യാൻ സേ ദാറ്റ് ദിസ് ഇസ് എ പ്ലാറ്റ്ഫോം ദാറ്റ് ആക്ച്വലി സ്റ്റാർട്ടഡ് മൈ കരിയർ? ചെറിയ ക്ലാസ് മുതൽ മത്സരങ്ങൾക്കൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമായിരുന്നു. അപ്പോൾ സ്കൂളിലൊക്കെ ആണെങ്കിലും പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് സിസ്റ്റേഴ്സൊക്കെ ആണെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പോരാത്തതിന് പാരൻസൊക്കെ ആണെങ്കിലും മത്സരങ്ങൾക്ക് പോകുമ്പോഴൊക്കെ ഒരുപാട് സപ്പോർട്ടൊക്കെ ആയിട്ട് കൂടെ വന്നിട്ടുണ്ട്. ഞാൻ UP ഹൈസ്കൂൾ സെക്ഷനിലൊക്കെ കലാതിലകമായിരുന്നു. കൂടാതെ ഇടുക്കി ജില്ലയിൽ നിന്ന് ഡിസ്ട്രിക്ട് ഫെസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ലൈറ്റ് മ്യൂസിക്കിനൊക്കെ. അപ്പോൾ നമ്മുടെ പാട്ടെന്നുള്ള ഒരു സംഭവം നമുക്കിങ്ങനെ സമ്മാനങ്ങളൊക്കെ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും പാട്ടെന്ന് പറയുന്നൊരു സാധനം നമുക്കൊരു ലക്ഷ്യമായിട്ട് തന്നെ മനസ്സിലോട്ട് വരുമല്ലോ. ഒരു പ്ലേബാക്ക് സിംഗറായി തീരാം, അല്ലെങ്കിൽ പാട്ടിൽ എന്തെങ്കിലുമൊക്കെ ആവണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ സ്വാഭാവികമായിട്ട് മനസ്സിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളതും പാട്ടിൻ്റെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മത്സരങ്ങൾക്കൊക്കെ തന്നെയാണ്. പിന്നെ സ്കൂൾ ടൈമൊക്കെ കഴിഞ്ഞ് കോളേജിലേക്കൊക്കെ കയറിയപ്പോഴൊക്കെ ആണെങ്കിലും MG യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്കൊരു പാട്ട് കേൾക്കാം മഞ്ജു. പാടാം. വരമഞ്ഞളാടിയ രാവിൻ്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി, ഇനി നേരമെന്തിനു തേങ്ങി നിലാവിൽ വിരഹമെന്നാലും മയങ്ങി. Anju, anchor item, you have proved that area as well. How was it with anchoring? ആങ്കർ ആവുക എന്നുള്ളത് എനിക്ക് തോന്നുന്നത് +2 ഒക്കെ പഠിക്കുന്ന ടൈം മുതലുള്ള ഒരു ആഗ്രഹമാണ്. അപ്പം നമ്മൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈമിൽ വീണയൊക്കെ പ്രസൻറ്റ് ചെയ്യുന്ന പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു V ചാനലിലൊക്കെ. അപ്പോൾ ഡ്യൂ ഡ്രോപ്സ്, ഹൃദയരാഗം, അങ്ങനത്തെ കുറേ പ്രോഗ്രാംസൊക്കെ കണ്ടിട്ടാണ് പാട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇതിലേക്ക് കടന്നു വരണം എന്നുള്ളൊരു ആഗ്രഹം തോന്നിയത്. അപ്പോൾ എനിക്ക് ഒത്തിരി ഇൻസ്പിറേഷനായ ഒരു സംഭവം എന്ന് പറയുന്നത് ആശ എന്ന് പറഞ്ഞൊരു ആങ്കർ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തി ആരാദ്യം പറയും എന്ന് പറഞ്ഞൊരു പാട്ട് ആങ്കറായിട്ട് വന്നതാണ്. പിന്നെ സിനിമയിൽ ഈ ഒരു പാട്ട് പാടി ആ വർഷം സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടുകയുണ്ടായി. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ആങ്കർ ആവണം എന്നുള്ളത്.
പക്ഷേ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇടുക്കിയിലൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഡിഫിക്കൽട്ടീസൊക്കെ ഉണ്ടായിരുന്നു അതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇരിക്കെയാണ് ഞാൻ 2009 ഐഡിയ സ്റ്റാർ സിംഗറിൻ്റെ ഓഡീഷനൊക്കെ പങ്കെടുത്ത് അതിൽ 48 ഒരാളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാഡ് ലക്ക്, ആ വർഷം എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അതിൽ ക്രൂവിലുണ്ടായിരുന്ന ഒരാളാണ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഏഷ്യാനെറ്റ് പ്ലസ്സിലൊരു പ്രോഗ്രാം ആങ്കർ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുന്നത്. അങ്ങനെ ഞാൻ പ്രൊഫൈലൊക്കെ കൊടുത്ത് അപ്ലൈ ചെയ്തു. പ്രണയരാഗങ്ങൾ എന്ന് പറയുന്ന പ്രോഗ്രാമായിരുന്നു ഏഷ്യാനെറ്റ് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് കൈരളിയിലോട്ട് വന്നു. അവിടെ ബിഗ് സ്ക്രീൻ, ഗാനോപഹാരം, അങ്ങനെ 2 പ്രോഗ്രാം ചെയ്തു. പിന്നെ സൂര്യ ടി വിയിൽ സൂര്യോദയം എന്ന് പറയുന്നൊരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്ലവേഴ്സിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെറിയ ടൈം കൊണ്ട് ആങ്കറിങ്ങിലോട്ട് വരാനുള്ള മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് പ്ലേ ബാക്ക് പാടണം. അതിന് വേണ്ടിയിട്ട് അത് മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോഗ്രാമിൽ കൂടെ പ്ലേ ബാക്ക് സിംഗർ ആവാം എന്നുള്ളൊരു ഹോപ്പ് കൊണ്ടാണ് സത്യത്തിൽ ആങ്കറിങ്ങിലോട്ട് വന്നത്. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ ആരേ സ്വപ്നം കാണുവതാരേ. അഞ്ജു തൊടാത്ത മേഖലകളില്ലാന്ന് തോന്നുന്നു. ഇപ്പം ആക്ടിങ്ങിൽ ഓൾസോ യു ഹാവ് എക്സ്പെരിമെൻറ്റഡ് ആൻഡ് അതിൽ എക്സൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആക്ടിങ്ങിലേക്ക് വരുന്നത് എങ്ങനെയാണ് അഞ്ജു? ആക്ടിംഗ് എന്ന് പറയുന്നത് എൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നൊരു കാര്യമേ ആയിരുന്നില്ല ആക്ച്വലി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ കൈരളിയിൽ ആങ്കർ ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ ആദ്യമായിട്ടൊരു മൂവിയിലോട്ട് വിളിക്കുന്നത്. അതിലും ചെറിയൊരു വേഷമാണ് ചെയ്തിരുന്നത്. പിന്നെ കുറേ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. റിതം, ലെറ്റർ, അങ്ങനെയൊക്കെ കുറേ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ആയിട്ട് ചെയ്തതെന്ന് പറയുന്നത് ജസ്റ്റ് ഫൺ ചുമ്മാ 2 എന്ന് പറഞ്ഞിട്ടൊരു അമൃത ടി വിയിലുണ്ടായിരുന്നൊരു TV സീരീസ് ആയിരുന്നു. അതിലാണ് അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ആക്ടിങ് ഇഷ്ടമാണ്, പിന്നെ പാട്ടാണ് കുറച്ചുകൂടി ഇഷ്ടം എന്ന് മാത്രം. ഇക്ക പോയ കാര്യം എന്തായി? കാശ് കിട്ടുമോ? പലരും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തേക്കുള്ളത് എൻ്റെ കയ്യിലുണ്ട്. ഇനി 1 മാസം കൂടി ഉണ്ടല്ലോ. ഇത് എത്രാമത്തെയാ? ഈ വലിയൊന്ന് നിർത്തിക്കൂടെ? എത്ര പറഞ്ഞാലും കേക്കില്ല. ഇതിനെല്ലാം ഉപരി ഒരു ഓൺട്രപ്രണർ ആണ്, ആസ് വെൽ ആസ് എ ഫാഷൻ ഡിസൈനർ ആണ്. അഞ്ജു ഒരുപാട് മേഖലകളിൽ ഒരേ ടൈമിൽ യു ആർ ഹാൻഡ്ലിങ് ഇറ്റ്. സോ ഹൗ ഇസ് ഇറ്റ് വർക്കിംഗ് ബീങ് ആൻ ഓൺട്രപ്രണർ അറ്റ് ദ സെയിം ടൈം ഇൻ ഫാഷൻ ഡിസൈനിങ്? ആ ഒരു മേഖല എത്രത്തോളം ആർ യു എൻജോയിങ് ഇറ്റ്? അതെ, ഞാനൊരു ഫാഷൻ ഡിസൈനറായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് സെൻറ്റ് തെരേസാസ് കോളേജിലായിരുന്നു ഫാഷൻ ഡിസൈനിങ് പഠിച്ചിരുന്നത്. അപ്പോൾ തൊട്ടേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു ഷോപ്പ് ഇടണം എന്നൊക്കെ ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നാൾ പുറത്ത് പോയി ജോലി ചെയ്തു. പിന്നെ തിരിച്ച് വന്നിട്ട് ലുലുവിൽ ഫാഷൻ ഡിസൈനറായിട്ട് ജോലിക്ക് കയറി. പിന്നെ ഒരു വെബ്സൈറ്റിന് വേണ്ടിയിട്ട് കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്തുകൊണ്ട് നമ്മളുടെ സ്വന്തമായിട്ടുള്ളൊരു സ്ഥാപനം തുടങ്ങിക്കൂടാ എന്നുള്ളൊരു ചിന്ത മനസ്സിലോട്ട് വന്നത്. അങ്ങനെ 2015 ഡിസൈൻ യുവർ ഡ്രീംസ് എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നത്. നന്നായിട്ട് പോകുന്നു. നമ്മളിപ്പോൾ ഏകദേശം കുറേ TV പ്രോഗ്രാംസിന് വേണ്ടിയിട്ടൊക്കെ കുറേ സെലിബ്രിറ്റീസിനൊക്കെ നമ്മൾ കോസ്റ്റ്യൂം കൊടുക്കാറുണ്ട്. TV പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കോസ്റ്റ്യൂം ഡിസൈനിങ് അല്ലെങ്കിൽ സ്റ്റൈലിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. ആഡ്സിന് വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. Alright Anju, I'll come back to you. Moving on to Dhanya. Now, coming to your studies, എന്താണ് ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ്? You finished your degree. അടുത്ത പരിപാടി എന്താണ്? അടുത്ത പരിപാടി PG ഒക്കെ നമ്മളെ കൊണ്ട് എടുത്താ പൊങ്ങുമോ? അപ്പം നമ്മളെ കൊണ്ട് ആകെ പറ്റുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ വായ്ത്തലകളാണ്. ആങ്കറിംഗ് ഒക്കെ ഇങ്ങനെ മുന്നോട്ട് പോവാന്നാണ്. ആണ്, റൈറ്റ്. ഫിലിംസിലേക്ക് ട്രൈ ചെയ്യാൻ താല്പര്യമുണ്ടോ? ഇല്ല. റൈറ്റ്. ഏത് വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ ധന്യേനെ ഒരു ഫെയിമിലേക്ക് അല്ലെങ്കിൽ ലൈം ലൈറ്റിലേക്ക് എത്തിക്കുന്ന വീഡിയോ ഏതായിരുന്നു? അത് ഞാൻ ഒരു പ്രാവശ്യം ഈ കമന്റ്സിന് കോമൺ ആയിട്ടുള്ള റിപ്ലൈ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരെയും ഫോളോ ചെയ്യാത്തതിന്റെ റീസൺ ജാടയാണ്, അഹങ്കാരമാണ് എന്നൊക്കെ. അതാണ് വൻ ക്ലിക്ക് ആയത്. ആണ്. നമ്മൾ ഏറ്റവും കൂടുതൽ വി തിങ്ക് ദാറ്റ് നമ്മളെല്ലാവരെയും കൺവിൻസ് ചെയ്യിക്കാൻ ശ്രമിക്കുന്ന ഒരു സൊസൈറ്റിയാണ് ദാറ്റ് വി ആർ ഗുഡ് ഇൻ എ വേ. പക്ഷേ ധന്യയ്ക്ക് പലപ്പോഴും ഇഷ്ടപ്പെടുന്ന വ്യക്തികളും വൺ പോയിന്റ് ഓഫ് ടൈമിൽ ഹേറ്റ്രഡ് ലെവലിലേക്ക് പോയ കുറച്ച് ആൾക്കാരും ഉണ്ട്. അവരെങ്ങനെ കാണുന്നു? വാട്ട് ഡു യു തിങ്ക്? അത് എപ്പോഴെങ്കിലും വിഷമം വന്നിട്ടുണ്ടോ? നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തികൾ തന്നെ നമ്മളെ വേണ്ട എന്ന് വെക്കുമ്പോഴത്തേക്കും?
ഇല്ല അങ്ങനെ ഞാനും ഇഷ്ടപ്പെട്ട ടീംസ് ആരും ഇതുവരെ വേണ്ടാന്ന് വെച്ചിട്ടില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ടിക്ടോക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും അതൊക്കെ ആപ്ലിക്കേഷനാണ്. ഒരു ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മളെ ക്യാരക്ടർ ചേഞ്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഈവൻ ആ ഒരു ടിക്ടോക്കിന്റെ ഇഷ്യൂ വന്നപ്പോ ടിക്ടോക്കിലുള്ള ആ ഒരു സമയത്ത് കുറച്ച് അതിൽ നിൽക്കുന്ന ടീംസ് ഒക്കെ പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് ടിക്ടോക്ക് ആണ് നമ്മളിവിടെ പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ അഭിനയിക്കണം എന്നെല്ലാം പറഞ്ഞ ടീംസ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഇവരിപ്പോ നമ്മളെ ടിക്ടോക്കിന്ന് കൂട്ടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അക്കൗണ്ട് ഒക്കെ റിപ്പോർട്ട് അടിച്ച് കളയാണെങ്കിൽ വിട്ട് കളയണം, അല്ലാണ്ട് നമ്മളെ ക്യാരക്ടർ മാറ്റിയിട്ടുള്ള പരിപാടിയൊന്നും. ധന്യയുടെ അതേ ഇൻട്രസ്റ്റ് ഒക്കെ എന്താണ്? What are your other interests? ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറങ്ങുക, തിന്നുക, പിന്നെ ഇങ്ങനെ ജോലി അടിച്ച് നടക്കുക, അതൊക്കെ തന്നെ. ഭാവിയിൽ എന്തായി തീരണം എന്നാണ് ആഗ്രഹം? ഓഫ് കോഴ്സ് ആങ്കറിംഗ് വിൽ ബി ദ ഇൻ യുവർ സൈഡ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ലൈഫിൽ എനിക്ക് ഇന്നതായി തീരണം എന്നുള്ള അംബീഷ്യസ് ഗേൾ ആണോ? അല്ല എനിക്ക് ഇപ്പം നമ്മളിപ്പോ സ്റ്റാർട്ടിങ് തൊട്ട് പറയും നമുക്ക് ടീച്ചർ ആവണം, അങ്ങനെയാണോ. എനിക്ക് നമ്മളെ ഒരു ഏജ് ആയ തൊട്ടിട്ട് എനിക്ക് RJ ആയാൽ കൊള്ളാന്നുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോഴും ഉണ്ട്. എവിടെയെങ്കിലും കിട്ടിയാൽ ഞാൻ പോകും. ഞാൻ പോകും തീർച്ചയായും. അയ്യോ തീർച്ചയായിട്ടും. ഹൗ ഗുഡ് ആർ യു വിത്ത് ഒരു കറന്റ് ന്യൂസിനെ പറ്റിയൊക്കെ ഭയങ്കര അപ്ഡേറ്റഡ് ആണോ? ഇല്ല, RJ ആണെങ്കിൽ ആദ്യം അത് വേണം. ഓക്കെ റൈറ്റ്. ഏതെങ്കിലും കമന്റ്സ് ദാറ്റ് ഹാവ് കം അക്രോസ് ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്ത കമന്റ്, ഏതെങ്കിലും ഒരെണ്ണം ഹേർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ കമന്റ് ബോക്സ് ഒന്നും എടുത്തു നോക്കാറില്ല. ഓക്കെ. പിന്നെ നമുക്ക് ഈ മെസ്സേജസ് വരും, അതായത് ഭയങ്കര വൾഗറായിട്ടുള്ള മെസ്സേജസ് വരും. അപ്പം മെസ്സേജസിനോട് എനിക്ക് ഒരിക്കലും കണ്ടിട്ട് സങ്കടമൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ അത് അയക്കുന്ന മക്കളാണ് ചെറിയ, അതായത് ഈ +1, +2, 10th ആ റേഞ്ചിലുള്ള മക്കളാണ്. അത് ആലോചിക്കുമ്പോൾ ഒരു സങ്കടം വന്നു, ആ മക്കളെ ആലോചിച്ചിട്ട്. ഓക്കെ റൈറ്റ്. ടിക്ടോക്കിൽ വളരെയധികം ഫേമസ് ആയ ഒരു വ്യക്തി തന്നെയാണ് അർജു ദ റോസ്റ്റർ. എനിക്ക് തോന്നുന്നു ഹെലൻ ഓഫ് സ്പാർത്തയെ അർജു ഇതേപോലെ ട്രോൾ ചെയ്തു, ആൻഡ് അത് ഭയങ്കരമായിട്ട് വൈറലായ ഒരു വീഡിയോയും കൂടിയാണ്. നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ്, നല്ല ഫ്രണ്ട്ഷിപ്പാണോ അതോ ഹൗ ഡു യു സീ അർജു, എങ്ങനെ കാണുന്നു അർജു എന്ന വ്യക്തിനെ? ഞാൻ അർജുന്റെ വീഡിയോസ് എല്ലാത്തിലും പറയുന്ന പോലെയാണ്, ഞാൻ യൂട്യൂബിൽ അവന്റെ വീഡിയോസ് ഒന്നും എടുത്ത് കണ്ടിട്ടില്ല. ഫസ്റ്റ് ടൈം കണ്ടത് എന്നെ റോസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ ആൾക്കാർ ഗ്രൂപ്പിലിട്ട് ആ ഒരു ലിങ്ക് എടുത്ത് കണ്ടതാണ്. പിന്നെ ടിക്ടോക്കിന്റെ അകത്താണ് അർജുന്റെ വീഡിയോസ് കാണുന്നത്. ഞാൻ എല്ലായിടത്തും പറയുന്ന പോലെ അർജുനെ എനിക്ക് പേഴ്സണലി അറിയില്ല, പക്ഷെ അർജുന്റെ വീഡിയോസ് എനിക്ക് തീരെ ഇഷ്ടമല്ല. താല്പര്യമില്ല? ഇല്ലില്ല, താല്പര്യം മീൻസ് റോസ്റ്റിംഗ് ഒക്കെ ഓക്കെയാണ്, പക്ഷെ ബോഡി ഷേമിങ് അത് ശരിയല്ല. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് കമൻസ് ഇട്ടതിൽ യൂസിങ് ബാഡ് വേർഡ്സ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വന്നപ്പോഴത്തേക്കും ദർ വാസ് വൺ കമന്റ് വിച്ച് ഐ എം നോട്ട് ഞാനൊരു ടിക്ടോക്ക് ഫോളോവർ അല്ല, പക്ഷെ എന്നാലും ഞാൻ റീസെൻ്റ്ലി വെൻ ഐ ഹാഡ് ടു ലേൺ അബൌട്ട് ദീസ് തിങ്സ് ഐ ഹാപ്പൻ ടു കം അക്രോസ് എ കമന്റ് സെയിങ് ദാറ്റ് ആൺകുട്ടികൾ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ അതിന് റെസ്പോണ്ട് ചെയ്ത് പെൺകുട്ടികൾ അയക്കുകയാണെങ്കിൽ പെൺകുട്ടി മോശമാകുന്നു എന്നൊരു കമന്റ് കണ്ടായിരുന്നു. ആലോചിക്കുമ്പം അതൊരു ടു ആൻ എക്സ്റ്റെന്റ് വാട്ട് ഡു യു തിങ്ക്, ഇസ് ഇറ്റ് ലൈക്ക് വെരി വാലിഡ്? ശരിയാണ്. അത് ഇപ്പൊ നോക്കുക, ഇപ്പൊ ഉദാഹരണം ഞാൻ തന്നെയാണ്. കാരണം നമ്മുടെ സ്റ്റീലണ്ണൻ ഒരു ബുള്ളറ്റ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും. അപ്പം അതെല്ലാരും കൂടെ ഭയങ്കരമായിട്ട് തലയിലെടുത്ത് മീൻസ് ആകെ ആഘോഷമാക്കി. അതേസമയത്ത് പിന്നെ വെള്ളാണിക്കായലിലെ അമ്പലും അതൊക്കെ സ്റ്റീലണ്ണന്റെ എന്താ പറയല ആശയങ്ങളാണ്. അയാൾ നമുക്കായിട്ട് ഇട്ടെന്നാണ്. അതൊക്കെ എല്ലാരും ഭയങ്കര ആഘോഷാക്കി. അതേ സമയത്ത് ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെയും ഒരാളെ പോലും ടു ബി ഓണസ്റ്റ് ഒരാളെ പോലും ഞാൻ ഇങ്ങോട്ടേക്ക് ചൊറിയാണ്ട് അങ്ങോട്ട് കയറി മാന്തിയിട്ടില്ല. അപ്പം ഇങ്ങോട്ട് ചീത്ത വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് കേട്ടിട്ട് ഇങ്ങനെ ഓക്കെ നമുക്ക് ഫൈൻ ഒന്നും ഒഴിവാക്കൊന്നും അങ്ങനെ ചിന്തിക്കാം, പക്ഷെ അതിനൊരു ലിമിറ്റ് ഉണ്ട്. ഫേക്ക് അക്കൗണ്ട്സ് ഒന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല, അത് വേറെ കാര്യം. അങ്ങനെയുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം ഐഡന്റിറ്റി പോലും വെളിപ്പെടുത്താൻ പറ്റാത്തവരടുത്ത് നമ്മൾ വായിട്ടടച്ചിട്ട് കാര്യമില്ല. ഒറിജിനൽ അക്കൗണ്ട്സിനുള്ളവർക്ക് നമുക്കത് റിപ്ലൈ കൊടുക്കണം, അവനത് അർഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നവർക്ക് റിപ്ലൈ കൊടുക്കുള്ളൂ. പക്ഷെ ഗേൾസ് പറഞ്ഞു കഴിയുമ്പോൾ അവര് ഇത് വേറൊന്നുമല്ല, ഓൾറെഡി നമ്മള് സൊസൈറ്റി ഒരു ലൈൻ ഇട്ട് വെച്ചിട്ടുണ്ട്, അത് കടക്കരുത്, പെൺകുട്ടികൾ അവിടെ നിൽക്കണം എന്നുള്ളത്. അതിലൊന്നും ഞാൻ യോജിക്കുന്നില്ല. ഓക്കെ, സൂപ്പർ. ഈ ഹെലൻ ഓഫ് സ്പാർത്ത എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു 10-20 പേരുണ്ട്, ഐ മീൻ വിത്ത് എ ഫേക്ക് അക്കൗണ്ട്. സോ അവരോട് എന്താ പറയാനുള്ളത്? എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് ഫേക്ക് അക്കൗണ്ട് തുടങ്ങുന്ന കുറച്ച് ടീംസ് ഉണ്ട്. അങ്ങനെയുള്ള ടീംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആപ്പ് ഷെയർ ചെയ്യുന്നു,
പിന്നെ ആൾക്കാർ മെസ്സേജ് അയച്ച് ചോദിക്കുമ്പോൾ ഹെലോസ് പാർട്ടി ആണോ, ഒറിജിനൽ അക്കൗണ്ട് ആണോ? ഒറിജിനൽ അക്കൗണ്ട് ആണ്, ഇതെന്റെ ആപ്പാണ്, ഇതെല്ലാരും ഇൻസ്റ്റാൾ ചെയ്യുക, അങ്ങനത്തെ ഒരു ടീമുണ്ട്. എന്നെ ബ്ലോക്ക് ചെയ്തിട്ടാ ഉള്ളേ. അതിന്റെ അകത്ത് എനിക്ക് തോന്നുന്നു 10K എങ്ങാൻ ഫോളോവേഴ്സ് ഉണ്ട് ആ അക്കൗണ്ടിന്റെ അകത്ത്. അപ്പം പുള്ളിക്കാരനാണോന്ന് അറിയില്ല. എല്ലാരും മെസ്സേജ് അയക്കുന്ന എല്ലാവർക്കും റിപ്ലൈ ഉണ്ട്. സ്പോട്ടിൽ ഒരു ആപ്പിന്റെ ലിങ്ക് അയച്ചു കൊടുക്കുന്നു, അത് ഇൻസ്റ്റാൾ ചെയ്യണം, ഭാവിയിൽ നിങ്ങൾക്ക് ഭയങ്കര ഉപകാരപ്പെടും എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പ്രാവശ്യം ഓൺവേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഞാനല്ല, ഹെൽനോസ് പാർട്ട എന്നല്ല എന്റെ ഇൻസ്റ്റാ ഐഡിന്ന്. പിന്നെ ബാക്കിയുള്ളത് കുഴപ്പമൊന്നുമില്ല, എന്റെ ഒഫീഷ്യൽ ID മെൻഷൻ ചെയ്തിട്ടാണ് പോസ്റ്റ് ഒക്കെ ഇടുന്നത്. സൂപ്പർ. ധന്യക്ക് എന്തായിട്ടാണ് അറിയപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നത്? എനിക്ക് ധന്യ എസ് രാജേഷ് ആയിട്ട് അറിയപ്പെട്ടാൽ മതി. ഹെലൻ ഓഫ് സ്പാർട്ട ആയിട്ട് അറിയപ്പെടുന്നോ, ധന്യയായിട്ട് അറിയപ്പെടുന്നു? പക്ഷെ ഇപ്പൊ ആർക്കും അറിയുന്നില്ല എന്നുള്ളതാണ്, എന്റെ പേര് അങ്ങനെയാണ് എന്നുള്ളത്. അപ്പം പുറത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ധന്യാന്ന് വിളിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ പോലും ഹെലൻ എന്നാ വിളിക്കുന്നത്. ഓക്കെ, റൈറ്റ്, സൂപ്പർ. സോ എനിവേസ് കീപ് അപ്പ് ദ ഗുഡ് വർക്ക്, എൻജോയ് ചെയ്ത് ആങ്കറിംഗ് നടത്തുക നല്ല രീതിയിൽ, ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ ധന്യ, ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഓൺ അവർ ഷോ. താങ്ക് യു സോ മച്ച്. Moving on to Deepika. Now another doubt that struck me was, like you said, it is in Goa. Why is it IFFI always in Goa? Why not some other think place? What my understanding is, it may be wrong, because Cannes Festival happens in a place near beach, and that's one sort of USP, like people love going there. So I think India being the official festival, they might have thought of a place that has some sort of tourist attraction also. Because when you invite foreign filmmakers, they should think like okay, I can go and have a chilled out time there. So maybe that's the reason why. And I think the main problem with the festival is two different organizations running it, because we do everything from Delhi and then we come to Goa, and then there is a separate team who handles the ground level things. So it's quite obvious that there will be communication gaps, and it's not their fault, but it's just the way it's been structured, I think. Okay, super. So while being a curator, you said there are a lot of films that comes in, like more than 100 films, and it is your responsibility to ensure the quality as well. So how do you do you sit and watch all the films? I source around 800, 900 films per edition from different parts of the world. Okay. So it's practically not possible to watch all the 900 films in a span of 3-4 months. Yes. So when you curate itself, when you source itself, certain films literally strike you, and then you are like, oh, I really want to watch that. So you try to catch as many films as possible, and there is always a selection committee for festivals, who watch films. So there is a give and take there, Like we provide films, we give them feedback, and you get feedback from them. Then you come to a conclusion, okay, I'm going to program this film. Considering, the majority opinion. Sometimes majority of the people will be like, oh, I don't think this film is good enough, but you personally think it's really good, and you program it. Okay, so that's how that also happens, yeah. Super. So Deepika, why did you decide that okay, I'm done with this, now I have to change my route, and you have shifted your path as well? So right now you're working for Tamil industry, is what I learned. Yeah, actually, no, I haven't actually shifted the whole thing. It's just that, I left IFFI and I came back to Kerala, and by then this lockdown happened. So and most of the festivals are not happening in India. And if you think of working with any festivals abroad, they are cutting down the number of professionals at this point. They can't handle. Because big festivals have got big number of people, and they can't manage the expenses at this point. I think Toronto Film Festival, they reduced it 30%, reduce the number of people to 30% or something like that. I heard a news like that. So that's how the state is. So I haven't left programming. I'll continue doing programming. I'll be associated with festivals throughout. Okay. But in between, one of my friends was working on a Tamil feature film. And he asked me to listen to a narration, and I really liked the script. Okay. And I said,
I'll definitely help you out. That's how the whole thing started, and now I became the project designer for that. Super. So let's see where it goes. Friendship goals. Yeah. Yeah. Okay. Now coming to your chemistry with, you have huge respect for high respect for Beena Paul as well. Yes. How is it with her? How much has she influenced you? Because when as I said, like immediately after college, I just finishing my finals and exam, the very next day I joined Chalachitra Academy and started working under her. So she is more like a friend. Like we share everything, and then I learned everything from her. She used to support me a lot. But then, things change as time passes. But we still share a very good relationship. Super. Right. Do you think the film festival will happen this year? And how is it going to happen? Is it going to be on online platform? And what is your take on that? Nobody has decided yet, but still, what do you foresee? I think, everybody is sitting to film. I myself is sitting and watching films in Netflix and Amazon and all. Very true. So I think, I don't know, from the people associated with Kerala Film Festival, they think it's more about that festivity. It's more about people coming and enjoying the film. So I don't know how far they will be, thinking about going online. But I think at this point, considering the situation worldwide, there is no harm in going online. Yeah. Okay, super. So Deepika, coming to your personal life, how is life right now? How is the lockdown going? You said you're watching movies. Apart from that? Apart from that, reading, watching movies, sleeping like very well. Okay. So that's something which was lacking. Okay. So I'm enjoying myself. Yeah, I'm having a great time. Okay. Doing any crazy stuff like cooking or something? I'm not that much into cooking, but then I don't know, all of a sudden I got this interest in paper craft and all. So one thing I think you see in the frame, it's made by me. Oh, nice. I was looking at that. Yeah, so it's done by me. So I suddenly got this thing and I started watching, this YouTube tutorials, and I made a lot of things like that. Yeah, that's the current happening thing. That's made out of paper? It's made out of paper, yeah. Oh, nice. That looks like an antique piece. Super. Yeah. I've seen this. You get this in shops, like, made of metal, basically. Okay. Yeah. Correct. Okay, anyways, good going, Deepika. It was really nice talking to you, and thank you so much for that insight that you've given on IFFK and FFI. Thank you so much, Cynthia. And I really appreciate your work. I'm a great fan of yours. Oh, thank you so much. Lovely talking to you. Pleasure. Thanks a lot, Deepika. Yeah, thank you. Thank you. Bye. Moving on to Anju. Anju, എനിക്ക് തോന്നുന്നു ആക്ടിങ്ങിനെക്കാട്ടിലും കുറച്ചും കൂടി ബുദ്ധിമുട്ടായിട്ടുള്ളൊരു മേഖല തന്നെയാണ് ഡബ്ബിങ്. കാരണം നമുക്ക് അവിടെ കുറച്ചും കൂടി എക്സ്പ്രസീവ് ആവേണ്ടിയുണ്ട്. ആ ഒരു മേഖലയിലും അഞ്ജു എക്സ്പെരിമെൻറ്റ് ചെയ്തു. എത്രത്തോളമാണ് ഡബ്ബിങ്ങിൽ അതിലൊരു ഇൻട്രസ്റ്റ് തോന്നിയതും അതിലെന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് തോന്നിയിട്ടുണ്ടോ? ഡബ്ബിങ് പാട്ട് പാടുന്നത്ര എളുപ്പമൊന്നുമില്ല. ഡബ്ബിങ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് നമ്മൾ ആക്ട് ചെയ്തൊരു സംഭവമാണ് നമ്മൾ ഡബ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. നമ്മൾ ഓൾറെഡി ആ കഥാപാത്രം എന്താണെന്നുള്ളതൊക്കെ എല്ലാവരുടെ ഇമോഷൻസിലോട്ടൊക്കെ വന്നിട്ടുണ്ടാവും. പക്ഷെ വേറൊരാൾ ആക്ട് ചെയ്ത ഒരു കഥാപാത്രം നമ്മൾ ഡബ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ആ കഥാപാത്രമായിട്ട് മാറണം. അവരുടെ ഇമോഷൻസ് എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കണം. ഞാൻ എൻ്റെ ശബ്ദം എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ആലോചിച്ചപ്പോഴാണ് ഡബ്ബിങ്ങിലോട്ട് വരാമെന്നുള്ളൊരു സംഭവമൊക്കെ ആലോചിച്ചത്. അങ്ങനെ ഡബ്ബിങ് ചെയ്തു തുടങ്ങി. ചെറിയ ആഡും ഷോർട്ട് ഫിലിംസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ആദ്യം ചെയ്തിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പൈപ്പിംഗ് ചൂട്ടിലെ പ്രണയം എന്ന് പറയുന്ന മൂവിക്ക് വേണ്ടിയിട്ട് ഓഡീഷന് അറ്റൻഡ് ചെയ്തു. അങ്ങനെ അതിനകത്തിൻ്റെ ശബ്ദം സെറ്റായി. അങ്ങനെ ഞാൻ അതിലെ ഹീറോയിൻ്റെ വോയിസ് ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു. റിബ മോണിക്കയ്ക്ക് വേണ്ടിയിട്ട് ടീന എന്ന് പറയുന്ന ക്യാരക്ടറിന് വേണ്ടി ഹീറോയിൻ വോയിസ് ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ക്യാപ്റ്റൻ എന്ന് പറയുന്ന മൂവി, കിഡു എന്ന് പറഞ്ഞൊരു മൂവി, അങ്ങനെ ഞാനും പ്രേമിച്ചു. നമ്മൾ കല്യാണം കഴിച്ച് താമസിക്കുന്ന വീട്ടിൽ ബാത്റൂമിൽ അടുക്കളയിലും പൈപ്പ് തുറക്കുമ്പോൾ വെള്ളം വരുന്ന സെറ്റപ്പ് വേണമെന്ന്. ആ കുറച്ച് എന്നെ ഇവിടുന്ന് പാക്ക് ചെയ്യാനൊക്കെ നോക്കി, പക്ഷെ നടന്നില്ല. നിനക്ക് വേറെ ഒന്നും ചോദിക്കാനില്ല? എൻ്റെ കരിയറിൽ എനിക്ക് ഏറ്റവും ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഒരുപാട് സന്തോഷം തോന്നിയൊരു സംഭവം എന്ന് പറയുന്നത്
ഫുൾ ലെങ്ത്ത് ഒരു ഹിന്ദി മൂവിക്ക് വേണ്ടിയിട്ട് ട്രാക്ക് ഡബിങ് ചെയ്തു. അതായത് ബിഡിതാബാഗ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റിന് വേണ്ടിയിട്ടാണ് ഡബിങ് ചെയ്തത്. അപ്പം ദയാഭായ് എന്ന് പറയുന്ന മൂവിയായിരുന്നു അത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ ക്യാരക്ടർ ഒരുപാട് ഇമോഷൻസിൽ കൂടെ കടന്നു പോകുന്നൊരു ക്യാരക്ടറായിരുന്നു. അതായത് വിഷമമുണ്ട്, രോഷമുണ്ട്, പുള്ളിക്കാരത്തി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ നമ്മൾക്ക് തന്നെ ഡബ്ബിങ് കഴിഞ്ഞപ്പോൾ പോലും എനിക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ തന്നിട്ടുള്ള രീതിയിൽ ആ ക്യാരക്ടർ എന്നെ ഒത്തിരി സ്വാധീനിച്ചു. അപ്പോൾ ആ ഒരു ബോളിവുഡ് മൂവിക്ക് വേണ്ടിയിട്ട് ഡബ് ചെയ്യാൻ പറ്റിയത് എൻ്റെ കരിയറിലെ ഏറ്റവും നല്ലൊരു റിമാർക്കായിട്ട് ഞാൻ കരുതുന്ന ഒരു കാര്യമാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇറങ്ങിയ ഒരു ഫിലിം തന്നെയാണ് സൂഫിയും സുജാതയും. അപ്പം അതിലെ പാട്ട് ഇറങ്ങിയ ഉടനെ തന്നെ അതിൻ്റെ കവർ വേർഷനുമായിട്ടാണ് അഞ്ജു എത്തിയത്. വളരെ സോൾഫുൾ ആയിട്ടുള്ളൊരു വോയിസും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കവറുമാണ്. അതിനെക്കുറിച്ചൊന്ന് പറയാം. അതെ, സൂഫി സുജാത ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ആ പാട്ട് റിലീസായിട്ടുണ്ടായിരുന്നു. വാതുക്കലെ വെള്ളരിപ്രാവ് എന്ന് പറയുന്ന പാട്ട് കേട്ടപ്പോൾ തൊട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എം ജയേന്ദ്രൻ സാറാണ് അതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഭയങ്കര എല്ലാവർക്കും തന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പാട്ട്. അങ്ങനെയാണത് കവർ ചെയ്താലോ എന്നിങ്ങനെ ആലോചിക്കുന്നതും. എൻ്റെ കൂടെ പാടിയിട്ടുള്ളത് നോയൽ ടോംസ് എന്ന് പറയുന്ന ആളാണ്. അപ്പം നോയലിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു നമുക്കെന്താ ഈ പാട്ട് ചെയ്താലോ എന്നിങ്ങനെ പറഞ്ഞു. ഇത്രയും ഒരു സക്സസ് ആവുമെന്നൊന്നും വിചാരിച്ചില്ല. ഭയങ്കര സന്തോഷമായി. കാരണം ആ സിനിമയുടെ അണിയറ പ്രവർത്തകർ മിക്കവരും, അതായത് വിജയബാബു സാറ്, എം ജയേന്ദ്രൻ സാറ്, ജയസൂര്യ, ജേട്ടൻ, അങ്ങനെ നിത്യ മാമൻ, അതിൽ പാടിയിട്ടുള്ള ആൾക്കാരും അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാരായിട്ടുള്ള എല്ലാവരും തന്നെ ഒരുപാട് അപ്രീസിയേഷൻസ് തന്നു. ഈ പാട്ട് ഞങ്ങൾ ഇട്ട സമയത്ത് വിജയബാബു സാറൊക്കെ അത് ഷെയർ ചെയ്യുകയൊക്കെ ഉണ്ടായി. അപ്പോൾ ഒരു ആസ്പയറിംഗ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് അവർ തന്ന സപ്പോർട്ട് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻസ്പിറേഷനാണ്. അഞ്ജുയുടെ ഡ്രീം എന്താണ്? വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ യുവർ ലൈഫ്? ഇനി ഏതെങ്കിലും ഒരു ഏരിയ ടച്ച് ചെയ്യാനുണ്ടോ, ഓർ ഹൗസ് ഇറ്റ് ഗോയിങ്? എൻ്റെ എല്ലാ കാലത്തെയും ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത് ഒരു അറിയപ്പെടുന്ന പ്ലേ ബാക്ക് സിംഗർ ആവണം എന്നുള്ളതാണ്. ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ കൂടെ പലപ്പോഴും കടന്നു പോകുമായിരിക്കും. എനിക്ക് എന്നെ സംബന്ധിച്ച് ഏറ്റവും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിന്നിട്ടുള്ള, ഞാൻ ഏറ്റവും അധികം ഡീപ്പായിട്ട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അതാണ്. ഒരുപാട് മേഖലകൾ നമ്മളിപ്പോൾ കവർ ചെയ്തു. ഇതിലെല്ലാത്തിലും ഏതെങ്കിലും ഒരു പ്രോജക്റ്റിനോ അപ്കമിങ് ആയിട്ട് വെയിറ്റിംഗ് ആണോ, ഓർ ഇസ് ദർ എനിത്തിങ് ദാറ്റ് ഇസ് ഇൻ ദ പൈപ്പ് ലൈൻ ഫോർ യു റൈറ്റ് നൗ? ഇനിയും നല്ല നല്ല കവേഴ്സൊക്കെ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നല്ല പാട്ടുകളൊക്കെ എടുത്തിട്ട് കവേഴ്സൊക്കെ ചെയ്യുക. എല്ലാവർക്കും വേണ്ടിയിട്ടത് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അഞ്ജു എബ്രഹാം എന്ന് പറഞ്ഞിട്ട് തന്നെ. അപ്പോൾ ആ യൂട്യൂബ് ചാനലിൽ കൂടെ ആളുകളിലോട്ട് കൂടുതൽ പാട്ടുകൾ എത്തിക്കുക, എനിക്ക് പറ്റുന്നത്രോളം നല്ല പാട്ടുകളൊക്കെ പാടിക്കൊടുക്കുക എന്നൊക്കെ തന്നെ ഉള്ളത് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം. പിന്നെ ഓഫ് കോഴ്സ് ഈ ലോക്ക്ഡൗണിൻ്റെ ഇതൊക്കെ മാറിക്കഴിയുമ്പോഴത്തേനും ബാൻഡ് ഒന്നുകൂടെ സ്ട്രോങ് ആക്കി എടുക്കണം. ബാൻഡിൻ്റെ കുറച്ച് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇതൊക്കെയാണ് ആഗ്രഹങ്ങൾ. അഞ്ജു, ലോക്ക്ഡൗൺ സമയം എങ്ങനെ അതിനെ യൂസ് ചെയ്തു? ഹൗ ഡിഡ് യു യൂസ് ദ ലോക്ക്ഡൗൺ ടൈം ടിൽ നൗ? ലോക്ക്ഡൗൺ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും കറക്റ്റായിട്ടുള്ളൊരു ടൈമിലായിരുന്നു ലോക്ക്ഡൗൺ വന്നത്. അതായത് എൻ്റെ ജീവിതത്തിലോട്ട് എനിക്ക് ഒത്തിരി ഹാപ്പിനെസ്സുമായിട്ട് എനിക്കൊരു കുഞ്ഞ് കടന്നു വന്ന ടൈമായിരുന്നു, നിഹാര. അപ്പോൾ അവളുണ്ടായി ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോഴാണ് കറക്റ്റ് ലോക്ക്ഡൗൺ വരുന്നത്. അപ്പം ലോക്ക്ഡൗൺ ആയിക്കൊണ്ട് ഓൾറെഡി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ലെങ്കിൽ ഞാൻ അല്ലേ തന്നെ വീട്ടിലുണ്ടാവേണ്ടിയിരുന്നൊരു ടൈമായിരുന്നു. അപ്പോൾ എനിക്ക് അവളുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനും അവളുടെ കാര്യങ്ങൾ നോക്കാനും അമ്മ കുഞ്ഞെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ തമ്മിൽ കുറച്ചുകൂടെ അറ്റാച്ച്മെൻ്റ് ഒക്കെ ആവാനും ഒക്കെ ഈ ഒരു ടൈം വളരെയധികം ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ ആസ് എ സിംഗർ ടു ഞാൻ എന്നെ കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സമയമായിട്ടാണ് ഈ ഒരു സമയം കാണുന്നത്. മേ ബി ഈ ഒരു വർഷം ഇങ്ങനെ പോയി കഴിഞ്ഞാലും എല്ലാവർക്കും എനിക്ക് തോന്നുന്നു അവരവരുടെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ തിരക്കായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ, അതൊക്കെ ചെയ്യാൻ പറ്റിയൊരു ടൈമാണ് ഈ ഒരു ടൈം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. Thank you so much, Anju, for being on our show. It was a pleasure for us to have you as well as all the guests who have come today. So thank you so much. It be from our very first guest, Ritika, Dhanya. We also had Deepika and Anju. Thank you so much. Well, we are going to wind up today's episode of Kappa Prime Time. We'll be coming back with yet another set of guests. Till we meet again, it's Cynthia signing off. Bye-bye.